കുറവിലങ്ങാട് മുത്തിയമ്മ. അമ്മ ആദ്യമായി ഉടലോടുകൂടെ സ്വർഗത്തിൽ നിന്ന് നമ്മളെ കാണാനെത്തിയ സ്ഥലം അത് നമ്മളുടെ മണ്ണാണ് എന്ന് വിളിച്ചോതുന്നൊരു പാരമ്പര്യമാണ്. കുറച്ച് കുട്ടികൾക്ക് വഴിതെറ്റിപ്പ്. പേടിച്ചു, ഭക്ഷണമില്ല, വെള്ളമില്ല, ആകെ അസ്വസ്ഥത. എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയത്തില്ല. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഒരു മരത്തിന് കീഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവളുടെ അടുക്കിലേക്ക് വരിക. പ്രിയമുള്ളവരെ, കൈകളിൽ ഇറുക്കി പിടിച്ചിരുന്ന കല്ലുകൾക്ക് മൃദുലത അനുഭവപ്പെടുകയാണ്. തുറന്നു നോക്കിയപ്പോൾ അത് കല്ലല്ല, മറിച്ച് കഴിക്കാൻ ഉതകുന്ന അപ്പം. പരിശുദ്ധ അമ്മ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും കൂടെ ഉണ്ട് എന്ന വലിയ ഉറപ്പ് നൽകിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രത്യക്ഷീകരണം. നിങ്ങൾ എത്രയൊക്കെ വേദനയിലൂടെ കടന്നുപോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അമ്മ വീണ്ടും അവിടേക്ക് കടന്നു വരികയാണ്. ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ വീണ്ടും ഞാൻ നിങ്ങൾക്ക് അടയാളമായിട്ട് വരുന്നു എന്ന ഒരു പ്രതീതിയോടു കൂടെയാണ് ഈ കൽക്കുരിശ് നാട്ടാൻ കഷ്ടപ്പെട്ടിരുന്ന അവരുടെ ഇടയിലേക്ക് ഇത് അമ്മ വീണ്ടും വരികയാണ്. പ്രിയമുള്ളവരെ, അധികം ദൂരമല്ലാത്ത നമുക്കൊക്കെ എളുപ്പത്തിൽ എത്തിച്ചെല്ലാവുന്ന ഒരിടമാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ഇടം. ചില സമയത്തൊക്കെ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. അമ്മ വരുന്നത് ഒറ്റക്കല്ല, മറിച്ച് പുത്രനെയും കൊണ്ട്. എടാ എടി, നീ എന്തിനാ ഒറ്റക്ക് കഷ്ടപ്പെടുന്നു? ഞാനും എൻ്റെ മകനും നിന്നെ സഹായിക്കാനല്ലേ നിന്റെ കൂടെ ഇങ്ങനെ നടക്കും. മകനിലേക്ക് നടന്നെടുക്കുവാൻ ഈ കുറവിലങ്ങാടുള്ള മുത്തിയമ്മ നമ്മെ ക്ഷണിക്കുമ്പോൾ സ്വീകരിക്കാം ആ ക്ഷണം. ധൈര്യസമേതം മുന്നോട്ട് പോകും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായതിനു ശേഷം, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ടതിന് ശേഷം നിനക്ക് സ്വർഗത്തിലും ഭൂമിയിലും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് അമ്മയ്ക്ക് ലഭിച്ചത്. കാരണം അമ്മയുടെ ശരീരം കൂടെയുണ്ട്. അതുകൊണ്ട് അമ്മ പോകുമ്പോഴെല്ലാം ഈ ശരീരം കൂടെ കൊണ്ടുപോകാറുണ്ട് എന്നതാണ് ഈ വിവിധങ്ങളായ പ്രത്യക്ഷീകരണങ്ങളിലൂടെ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. അങ്ങനെയെങ്കിൽ സ്വർഗാരോപിതയായതിനു ശേഷം, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ടതിന് ശേഷം അമ്മ ആദ്യമായി ഉടലോടുകൂടെ സ്വർഗത്തിൽ നിന്ന് നമ്മളെ കാണാനെത്തിയ സ്ഥലം അത് നമ്മളുടെ മണ്ണാണ് എന്ന് വിളിച്ചോതുന്നൊരു പാരമ്പര്യമാണ് കുറവിലങ്ങാട് മുത്തിയമ്മ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം. പ്രിയമുള്ളവരെ, AD 105 ഇവിടെ ഒരു ദൈവാലയം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പാരമ്പര്യം പറയുന്നത്. AD 335 ഇവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നിറഞ്ഞു തുളുമ്പി നിൽക്കാൻ കാരണമാകുന്ന വലിയൊരു അത്ഭുതത്തിന് അവിടെയുള്ള കുഞ്ഞുമക്കൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ചരിത്രപരത, ഇതിൻ്റെ വിശ്വസനീയത, ഇതൊക്കെ ആധികാരിക